സെക്രട്ടേറിയറ്റിലെ 2 ഉദ്യോഗസ്ഥരെ മിൽമയിൽ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചതിനെ ചൊല്ലി മിൽമയും സർക്കാരും തമ്മിൽ തർക്കം. ഡെപ്യൂട്ടേഷൻ നിയമനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് മിൽമ കത്തയച്ചു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് നിയമനം നടത്തിയത് എന്നാണ് പൊതുഭരണ വകുപ്പിന്റെ മറുപടി. തർക്കത്തെ തുടർന്ന് നിയമനം ലഭിച്ചവർക്ക് മിൽമയിൽ ചുമതലയേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, നേരത്തെ പറഞ്ഞു വന്നത് ഇതിൽ മിൽമയുടെ ഭരണസമിതി അംഗീകാരം നൽകാതെ ഇത്തരം നിയമനങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ടിത് ഇങ്ങനൊരു തർക്കത്തിലേക്കൊക്കെ വഴിവച്ചിരിക്കുന്നു? വിഭാഗത്തിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരായ എസ് രഘുവരനെയും ബി ജൻഷാറിനെയും സീനിയർ മാനേജർ തസ്തികയിൽ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങുന്നത്. ഇങ്ങനെ ഒരു നിയമനം മിൽമയിൽ ഇതാദ്യമാണ്. സാധാരണ നിലയിൽ മിൽമയിൽ നിയമനങ്ങൾ നടക്കണമെങ്കിൽ മിൽമ ഭരണസമിതി ആവശ്യപ്പെടുകയും ആ നിയമനങ്ങൾക്ക് മിൽമ ഭരണസമിതിയുടെ അപ്രൂവലും ആവശ്യമാണ്. ഇതിന് ഘടകവിരുദ്ധമായാണ് കാര്യങ്ങൾ നടന്നതെന്നാണ് മിൽമ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിൽമയുടെ MD ആയ ആസിഫ് കെ യൂസഫ് ഈ മാസം 11 തന്നെ സർക്കാരിന് കത്തയച്ചു. മിൽമ ആവശ്യപ്പെട്ടിട്ടല്ല നിയമനം നടന്നത്. മാത്രമല്ല മിൽമയുടെ ഭരണസമിതിയുടെ അപ്രൂവലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്നായിരുന്നു മിൽമ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്നലെയാണ് സർക്കാരിൽ നിന്ന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ബിജു മിൽമയ്ക്ക് മറുപടി കൊടുത്തത്. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മിൽമയിൽ 2 ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ നടന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് എന്നുമാണ് ഈ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയുടെ വാദം. മാത്രമല്ല ഈ മിൽമയും സർക്കാരും തമ്മിലുള്ള തർക്കം മുറുകിയതോടെ ഈ ഡെപ്യൂട്ടേഷൻ നിയമിച്ച 2 ഉദ്യോഗസ്ഥർക്ക് രഘുവരനും ജൻഷറിനും ഇതുവരെ ചുമതല ഏറ്റെടുക്കാനും കഴിഞ്ഞിട്ടില്ല. ചുമതല ഏറ്റെടുക്കാൻ അവരെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അവർക്ക് ചുമതല കൈമാറിയ ഉള്ള റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്നാണ് ആവശ്യം. മിൽമയുടെ ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെ അവരുടെ അനുമതിയില്ലാതെ നടന്ന നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് മിൽമയ്ക്കുള്ളത്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം മുറുകുന്നത്. മിൽമയുടെ ബൈലോ പ്രകാരം ഇത് സാധ്യമല്ല എന്ന് മിൽമ ചൂണ്ടിക്കാണിക്കുന്നു. മിൽമ ഇനി ഏതാണ്ടൊരു 150ഓളം നിയമനങ്ങൾ ഭരണവിഭാഗത്തിൽ നടക്കാനുണ്ട്. അപ്പോൾ സ്വന്തക്കാരെ അവിടെ നിയമിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അവിടേക്ക് നിയമിക്കുകയാണെന്ന ആക്ഷേപമാണ് മിൽമയിലെ തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ 2 ഉദ്യോഗസ്ഥർക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ അവരുടെ പ്രതികരണം തേടിയോ? മിൽമയിൽ ഈ സെക്രട്ടേറിയറ്റിലെ വിവിധ വിഭാഗങ്ങളുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെ പൊതുഭരണ വകുപ്പാണ് അവിടേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കൊന്നും പ്രതികരിക്കാൻ ഇല്ല. കാരണം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ മിൽമയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയത്. അവിടെ ചുമതലയേൽക്കാൻ കഴിയാത്തത് അവരുടെ സർവീസിനെ ബാധിക്കുമോ എന്ന ആശങ്ക മാത്രമാണ് ജീവനക്കാർ പ്രകടിപ്പിക്കുന്നത്. മിൽമ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് മിൽമ ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെ നിയമനങ്ങൾ നടത്താൻ കഴിയില്ല, അത് ബൈലോയ്ക്ക് വിരുദ്ധമാണ് എന്ന വാദഗതിയാണ് മിൽമ ഉന്നയിക്കുന്നത്. സർക്കാരാകട്ടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ നിന്ന് വന്ന നിർദ്ദേശമനുസരിച്ചാണ് നിയമനം നടത്തിയെന്ന വാദത്തിലും ഉറച്ചു നിൽക്കുന്നു. ഈ വാദത്തിനിടയ്ക്ക് പെട്ടുപോയിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ക്ഷീരവികസന വകുപ്പിന്റെ ഈ കാര്യത്തിലുള്ള എന്തെങ്കിലും വിശദീകരണം നമ്മൾ ആരാഞ്ഞോ? ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഇതുവരെ ഇക്കാര്യത്തിൽ വിശദീകരണം ലഭിച്ചിട്ടില്ല. പൊതുഭരണ വകുപ്പാണ് നിയമനം നടത്തിയത്. ആ പൊതുഭരണ വകുപ്പിലെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ തേടിയത്. ഇക്കാര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം തേടാനായി അവരിൽ നിന്ന് പ്രതികരണം തേടാനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ലഭ്യമായിട്ടില്ല. ശരി. മിൽമയിലാണ് ഇപ്പോൾ ഒരു ഡെപ്യൂട്ടേഷൻ നിയമനം വലിയ തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ 2 ഉദ്യോഗസ്ഥരെയാണ് മിൽമയിൽ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചത്. എന്നാൽ മിൽമ ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെ അത്തരം നിയമനം സാധ്യമല്ല എന്നുള്ളത് അവരുടെ ബൈലോ ചൂണ്ടിക്കാട്ടി മിൽമ വാദിക്കുന്നു. ഇത് പൊതുഭരണ വകുപ്പാണ് ഇത്തരത്തിലൊരു നിയമനം നടത്തിയത്. അത് ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് എന്നത് അവർ പറയുമ്പോൾ 2 ഉദ്യോഗസ്ഥർ ഇതിൽ ഈ തർക്കത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഇനിയും ചുമതലയേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ എന്താണ് ക്ഷീരവികസന വകുപ്പിൻ്റെയൊക്കെ ഒരു തുടർ നീക്കങ്ങൾ, അവരുടെ വിശദീകരണം എന്താണ് ഈ വിഷയത്തിൽ? നമ്മളത് അല്പസമയത്തിനകം അത്തരം കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.